ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റും അതേപോലെ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ അതിൻ്റെ അഡ്വക്കസി ആൻഡ് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. ഫസ്റ്റ് നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊജക്റ്റിനെ പറ്റി നോക്കാം. അപ്പോൾ ഇതിന് മെയിൻ ഗോൾ എന്താ നമുക്കറിയാം, ഒരു ലോക്കൽ പീപ്പിളുടെ അല്ലെങ്കിൽ ഓർഡിനറി പീപ്പിളുടെ ഹെൽത്ത് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാൻ, അതേപോലെ ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഗോള്. ഇതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കും മെത്തഡ് എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ എഡ്യൂക്കേഷൻ വഴി അതേപോലെ റിസോഴ്സസ് വെച്ചിട്ട് കളക്റ്റീവ് ആക്ഷൻ വഴിയാണ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ മെയിനായിട്ടും കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ എംപവർ ചെയ്യുക ആൻഡ് അവരുടെ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ പ്രിവെൻഷൻ, ബിഹേവിയർ ചേഞ്ച്, ആക്സസ് ടു ഹെൽത്ത് കെയർ സർവീസ്. ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ട സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 4 വരുന്നത്. ഒന്ന്, ഐഡൻറ്റിഫൈങ് നീഡ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയുടെ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് സർവേ വഴിയോ അതേപോലെ മറ്റുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് വഴി ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അത് ഹെൽത്ത് ഇഷ്യൂസ് ആകട്ടെ, അവരുടെ ഫെസിലിറ്റീസ് അവൈലബിലിറ്റി ആകട്ടെ, അതിൽ ഹോസ്പിറ്റൽസ് അതേപോലെ മെഡിസിൻ ഇങ്ങനത്തെ അവൈലബിലിറ്റി ഉണ്ടോ, അതേപോലെ പ്രോപ്പർ ഫുഡ് സെക്യൂരിറ്റി ഉള്ള ഏരിയാസ് ആണോ, അതേപോലെ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് പോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധികളൊക്കെ ആ ഒരു ഏരിയയിൽ വല്ലാണ്ട് കണ്ടുവരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റിയിൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് വെച്ചിട്ട് കാര്യമില്ല. ആ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഇഷ്യൂസിന് ഓരോ നാട്ടിലും ഓരോരോ പ്രോബ്ലംസാണ് ഉണ്ടാകുക. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ അപ്പോൾ പ്രോബ്ലം എന്താണെന്നുള്ളത്, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ മീറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുക. അതിനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പ്ലാൻ ചെയ്യും വിത്ത് സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് മീറ്റ്സ് ദെയർ നീഡ്. ഓക്കെ, ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിക്കുള്ള ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ആണ് അതിനുണ്ടാകുക. അതേപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊളാബറേഷൻ, അതേപോലെ അവയർനെസ് ക്യാമ്പയിൻസ് ആണോ വേണ്ടത്, അതുപോലെ വർക്ക്ഷോപ്പ് ആണോ വേണ്ടത്, ഇങ്ങനത്തെ ഐറ്റംസ് ആണ് നമ്മൾ സ്ട്രാറ്റജീസ് ആയിട്ട് പ്ലാൻ ചെയ്യുക. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മാത്രം കാര്യമില്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് വർക്കൗട്ട് ആക്കണം, ആ പ്രോഗ്രാം അവിടെ നടത്തണം അല്ലേ. അത് നടത്തുന്നതും പോരാ, ആ നടത്തുന്ന സമയത്ത് അത് ശരിക്കും നടക്കുന്നുണ്ടോ, പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ പ്രോപ്പറായിട്ട് അവരുടെ കാര്യങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ, അതിനുള്ള ഫണ്ടിങ്ങും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടോ, അതേപോലെ കറക്റ്റ് ഷെഡ്യൂൾ പരിപാടികൾ നടക്കുന്നുണ്ടോ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നതും, അതേപോലെ വേണ്ട തരത്തിലുള്ള പ്രോഗ്രാമിൻ്റെ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രോപ്പർലി മോണിറ്റർ ചെയ്യണം. ആൻഡ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇവാലുവേഷനാണ്. അതേപോലെ ആ സസ്റ്റെയിനിങ് ഓഫ് ദി പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ പ്രൊജക്റ്റ് അവിടെ നിലനിന്നുകൊണ്ടേ നിൽക്കണം. അതിൻ്റെ ബെനിഫിറ്റുകൾ, ആ ഒരു ഹെൽത്ത് പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റുകൾ ആ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം അതിൻ്റെ ആ ഒരു കാലയളവ് വരെ. ഓക്കെ, അപ്പോൾ ഇവാലുവേഷൻ്റെ സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം നടത്തിയത് ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ നീഡ് അസസ് ചെയ്യാനും അത് അഡ്രസ്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നീഡും അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ജനങ്ങൾക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ ഫണ്ടിങ് പ്രോപ്പറായിട്ടാണോ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, അതേപോലെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഔട്ട്കം വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുറവ് വരെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീഡ്സിന് മീറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പ്ലസ് ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. ഇനി വരുന്ന സെക്ഷനാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വക്കസി. അപ്പോൾ ഇതിന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വക്കസി എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഇത്. പ്രോപ്പറായിട്ട് ജനങ്ങളിലേക്ക് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും മിസ്ഇൻഫോർമേഷൻസും കാര്യങ്ങളും വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്താലേ അതിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവരുടെ ഹെൽത്ത് ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം എന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ നടക്കുള്ളൂ. സോ ഇതിൻ്റെ മെയിൻ ഗോള് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് എഫക്റ്റീവ് മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ പബ്ലിക് ഹെൽത്തിൻ്റെ എൻഹാൻസ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന പോളിസീസ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന
തരത്തിലുള്ള പോളിസീസ് കൊണ്ടുവരാന്നുള്ളതാണ് നോക്കേണ്ടത്. അതേപോലെ സ്പെസിഫിക് നീഡ്സ് ഉള്ള ചിൽഡ്രൻ, അതേപോലെ എൽഡർലി, അതേപോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ഇത് സ്പെസിഫിക് ആയിട്ടും ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ലിറ്ററസിയാണ് ഇതിന് മെയിൻ എയിം. വെച്ചാൽ ആ ഒരു ജനങ്ങൾക്ക് അവരുടെ ഹെൽത്തിനെ ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുള്ള ടൂൾസ് റിസോഴ്സസും അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. ആൻഡ് ഹെൽത്ത് കെയറിനെ സിസ്റ്റത്തിനെ നാവിഗേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ക്യാമ്പ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെങ്ങനെ പങ്കെടുക്കണം, എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്താം എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ഇൻ്റർപ്രിട്ടേഷൻ ലെവൽ എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഭയങ്കര നല്ല മെഡിക്കൽ ടേംസ് മനസ്സിലാക്കാൻ പറ്റാത്തത് പോലെ തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ എയിം. അതേപോലെ അതുവഴി അവരത് അഡോപ്റ്റ് ചെയ്യണം, നല്ല നല്ല ഹെൽത്ത് ബിഹേവിയേഴ്സ് അഡോപ്റ്റ് ചെയ്യണം. ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് അവർ എടുക്കുകയും വേണം. ഓക്കെ, അതൊക്കെ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. സോ ഇതിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ടു ഹെൽപ്പ് ദ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ ഹെൽത്ത് റിസ്ക്. എന്നിട്ട് അതിനനുസരിച്ച് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ അവർ സ്വയം എടുക്കണം. എന്നിട്ട് ഹെൽത്തി ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യുക, മിസ്കൺസെപ്ഷൻസ് മാറ്റാൻ, മിസ്ഇൻഫർമേഷൻ്റെ സ്പ്രെഡിങ് ഒഴിവാക്കാൻ. ഇപ്പോൾ കൊറോണ സമയത്ത് കുറേ മിസ്ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു റൂമർ വരുന്ന പോലെ തന്നെ, പക്ഷേ ഒറിജിനൽ WHO വല്ല സൈറ്റ് എടുത്ത് നോക്കിയാൽ അങ്ങനത്തെ ഒരു പ്രൂഫും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള, അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ചെയ്യേണ്ടത്. കാരണം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൾച്ചറൽ സെൻസിറ്റിവിറ്റിയെ അഡ്രസ്സ് ചെയ്യണം. അത് കോൺഷ്യസ് ആക്കിയിട്ട് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. അവോയ്ഡ് ജാർഗൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലാംഗ്വേജ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സിമ്പിൾ ലാംഗ്വേജസ് ഇവരുടെ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. ആൻഡ് ഡിസ്കഷൻസിലൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ ആ ഓഡിയൻസിന്, പങ്കെടുക്കുന്ന ഓഡിയൻസിന് ഒന്നും കൂടി എൻഗേജിങ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ, പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ പാർട്ടിസിപ്പേഷനും അതേപോലെ അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും ഇവരെ ഇടയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേറ്റിംഗ് അതേഴ്സ് അബൌട്ട് ഹെൽത്ത് ആൻഡ് അതിനുള്ള മറ്റുള്ള മെത്തേഡ്സ്. അപ്പോൾ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് വർക്ക്ഷോപ്സോ സെമിനാറൊക്കെയാണ്. ന്യൂട്രീഷൻ ഹൈജീൻ റിലേറ്റഡ് ടോപ്പിക്സിലൊക്കെ നടക്കുന്നുണ്ട്. ഇത് കൂടുതലും ചെയ്യുന്നത് കമ്മ്യൂണിറ്റീസ്, സ്കൂൾസ് ആൻഡ് വർക്ക് പ്ലേസിലും ചെയ്യാറുണ്ട്. മാസ് മീഡിയ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. മാസ് മീഡിയ ക്യാമ്പയിൻ്റെ ടൂൾസാണ് TV, റേഡിയോ, സോഷ്യൽ മീഡിയ, അതേപോലെ പ്രിൻറ്റഡ് മെറ്റീരിയൽ ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ ഉള്ളത് ഇൻട്രാക്റ്റീവ് അപ്രോച്ചസ് ഉണ്ട്, ലൈക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതേപോലെ റോൾ പ്ലേ ഒക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള അപ്രോച്ചസ്, മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലൈക്ക് വെബിനാർ, മൊബൈൽ ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസിന്, ഹെൽത്തിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതികളുണ്ട്. ഇനി നെക്സ്റ്റ് വൺ അഡ്വക്കസി ഫോർ ഹെൽത്ത് പ്രൊമോഷൻ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, പബ്ലിക് പോളിസി ഇമ്പ്രൂവ് ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രാക്ടീസസ് നന്നാക്കിയിട്ടാകാം, അല്ലെങ്കിൽ റിസോഴ്സ് അലൊക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുക. റിസോഴ്സ് അലൊക്കേഷൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇതിനുള്ള റിസോഴ്സസ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഫോക്കസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൾണറബിൾ പോപ്പുലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യും. വീക്കറായിട്ടുള്ള ഏരിയാസിന്, ജനങ്ങളെ കൂട്ടത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ വീക്കറായിട്ടുള്ള ടീം ഉണ്ടാകും, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതേപോലെ ഹെൽത്ത് കെയർ ആക്സസ് പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തും അവർക്ക് ആക്സസിബിൾ ആണോ എന്നുള്ളത് നോക്കണം. ഇനി എഫക്റ്റീവ് സ്ട്രാറ്റജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിസി അഡ്വക്കസിയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, ഹെൽത്ത് ചാമ്പ്യൻസ്, മീഡിയ അഡ്വക്കസി, പാർട്ണർഷിപ്പ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ പ്രോപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ആയിട്ട് കണ്ടുവരുന്നത്. അതിൽ പോളിസി അഡ്വക്കസി എന്ന് പറഞ്ഞാൽ പോളിസി മേക്കേഴ്സിനായിട്ടും വർക്ക് ചെയ്തിട്ട് അതിനുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ടൊബാക്കോ, സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസിന് വേണ്ടിയിട്ടുള്ള ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ക്ലീൻ എയർ സ്റ്റാൻഡേർഡ്സ്, അതേപോലെ വാക്സിനേഷൻ ഡ്രൈവ്സ്, വാക്സിനേഷനൊക്കെ കമ്പൾസറി ആക്കിയല്ലോ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത്, അതൊരു പോളിസി അഡ്വക്കസിയാണ്. പിന്നെ ഉള്ളതാണ് കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ എന്ന് വെച്ചാൽ കളക്റ്റീവ് ആക്ഷൻ ത്രൂ പെറ്റീഷൻ, റാലി, മീറ്റിംഗ്സ് ഓൺ അവയർനെസ്. അത് ജനങ്ങൾ ഒന്നായിട്ട് ഒരു മൂവ്മെൻറ്റ് വരുത്തുന്ന രീതിക്കുള്ള സ്ട്രാറ്റജിയാണിത്. പെറ്റീഷനോ അല്ലെങ്കിൽ റാലികളൊക്കെ നടത്തിയിട്ട് കുറേ ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കുക, അവയർനെസ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ചാമ്പ്യൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് റിലീജിയസ് ലീഡേഴ്സ്. കാരണം ഇവർക്ക് ഓൾറെഡി സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനും റിലീജിയസ് ലീഡേഴ്സിനും ഓൾറെഡി ആ കമ്മ്യൂണിറ്റിയിൽ ഒരു ഹോൾഡ് ഉണ്ടാകും. സോ അവർ ഒരു ഇതിൽ ഇൻഫോംഡ് ആയിട്ട് അവർ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി അക്സെപ്റ്റൻസ് ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകും. ഓക്കെ, ദ ആക്ട് ആസ് ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്സ് ടു പ്രൊമോട്ട് ഹെൽത്തി ബിഹേവിയർ. ഹെൽത്തി ബിഹേവിയറിനൊക്കെ എസ്പെഷ്യലി നല്ല ഹെൽത്തി ബിഹേവിയേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള
ഇൻഫ്ലുവൻസ് കൊടുക്കുന്നതും അതേപോലെ ആ ഒരു പുഷ് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നതും ഈ ഒരു ടീമാകും കൂടുതൽ. പിന്നുള്ളത് മീഡിയ അഡ്വക്കസി. പേര് പോലെ തന്നെ മീഡിയ വഴി എന്താണ് ഹെൽത്തിൻ്റെ ചലഞ്ചസ്, ഹെൽത്ത് ഇഷ്യൂസ്, അതിനെ പറ്റിയുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉൾപ്പെടെ മോഡുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നുള്ളതാണ് പാർട്ട്ണർഷിപ്പ് പറയുമ്പോൾ ഈ ഹെൽത്ത് സർവീസസിൻ്റെ ഫണ്ടിങ് കിട്ടാൻ NGO പോലത്തെ ലോക്കൽ ഓർഗനൈസേഷനായിട്ടുള്ള കൊളാബറേഷൻ, അതേപോലെ ഹെൽത്ത് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ബോഡീസ്, പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ എക്സ്പാൻഷനൊക്കെ പാർട്ട്ണർഷിപ്പ് വഴി ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുക. ഇനി അടുത്തതാണ് പ്രൊമോട്ടിങ് ഹെൽത്തി ബിഹേവിയേഴ്സ്. എന്ന് വെച്ചാൽ ജനങ്ങളിൽ നമ്മൾ പ്രോഗ്രാമൊക്കെ നടത്തി ഇനി അവരെ കൊണ്ട് ആ നോർമലി ഉള്ള ഹെൽത്ത് ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിക്കണം. അപ്പം ഇതിന് നമ്മൾ പറയുന്നത് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. വെച്ചാൽ ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള വർത്തമാനങ്ങൾ. ഓക്കെ, BCC എന്നാണ് ഇതിന് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഇത് പറഞ്ഞാൽ ടാർഗറ്റഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ടു എൻകറേജ് ഇൻഡിവിജ്വൽ ഓഫ് ദെയർ ഹെൽത്തിയർ ബിഹേവിയർ. എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ്. ഇതുവഴി ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹെൽത്ത് ബിഹേവിയർ ഒന്നും കൂടിയും ഹെൽത്തിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എൻകറേജ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതുകൊണ്ട് അർത്ഥം വെക്കുന്നതാണ്. സോ ഇത് ചെയ്യുന്നത് കുറച്ചും കൂടി ഇൻഫർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും, അതേപോലെ മോട്ടിവേഷൻ കൊടുക്കുക, അതേപോലെ പോസിറ്റീവ് ഹാബിറ്റ്സ് റീഇൻഫോഴ്സ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്ന രീതികൾ. ഇനി ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നതാണ് ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ചില്ലറ പരിപാടിയല്ല. ഇറ്റ്സ് നോട്ട് ഈസി. സോ അതിന് ഒന്നാമത് ഒരു പൊതുവേ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാമിന് വരുന്നവർക്ക് ഓൾറെഡി ഒരു മടിയായിരിക്കും. അതൊക്കെ വരാൻ തന്നെ മടിയുള്ളവർ ആ പ്രോഗ്രാം കേട്ടിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നുള്ളത് അതിലേറെ ബുദ്ധിമുട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് ചെയ്യാൻ അവർക്കൊരു സ്ട്രോങ് റീസൺ കൊടുക്കുക. എത്രത്തോളം സീരിയസ്നെസ് അതിന് പിന്നിലൊരു സ്ട്രോങ് റീസൺ അവർക്കുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യും. അത്ര സീരിയസ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് എന്താകും, പെട്ടെന്ന് അവർക്ക് ചേഞ്ച് ചെയ്യും. സോ ആ ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കണം. ഓക്കെ, അത് സാധാ മോട്ടിവേഷൻ അല്ല, ആ ചേഞ്ച് എന്തുകൊണ്ട് വരുത്തണം എന്നുള്ളതിൻ്റെ ഒരു റീസൺ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ചേഞ്ച് ചെയ്തവർക്ക് റിവാർഡ്സ്, കമ്മ്യൂണിറ്റി റെക്കഗ്നേഷൻ കൊടുക്കുക, അതേപോലെ അവർക്ക് ആക്സസ് ടു റിസോഴ്സസ് അവൈലബിൾ ആക്കുക. റിസോഴ്സസ് ലൈക്ക് ജിം മെമ്പർഷിപ്പൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക ടു റീഇൻഫോഴ്സ് ഹെൽത്തി ബിഹേവിയേഴ്സ്. ഇതുവഴിയൊക്കെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് കിട്ടിയാലും ഒന്ന് വന്ന് നോക്കിയെങ്കിലും ചെയ്യും. പിന്നുള്ളത് പിയർ ആൻഡ് ട്രസ്റ്റഡ് പിയേഴ്സിൻ്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യും. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്പമുള്ള ടീം എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം, കുട്ടികളിൽ വരുത്തുന്ന മാറ്റം ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ ബിഹേവിയർ അവരെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് മാറ്റം വരുത്തുമ്പോൾ ആ ഫ്രണ്ട്സിന് ഇൻഫ്ലുവൻസ് കണ്ടിട്ട് ഇവരും മാറ്റം വരുത്തുന്ന രീതി. ഇനി ഇതിന് എക്സാമ്പിൾസ് ആണ് സ്മോക്കിംഗ് സക്സഷൻ ക്യാമ്പയിൻ. ഇത് ഇങ്ങനത്തെ ക്യാമ്പയിൻസിലൊക്കെ കൂടുതലും സ്മോക്കിങ്ങിൻ്റെ റിസ്കുകൾ, അതേപോലെ കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കാറുണ്ട്, നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യാറുണ്ട്. പിന്നെയുള്ള ഒന്നാണ് ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ് ഇനീഷ്യേറ്റീവ്സ്. ഇതിൽ വർക്ക്ഷോപ്സ്, ഫിറ്റ്നസ് ചാലഞ്ചസ്, അതേപോലെ മീൽ പ്ലാനിങ് ഗൈഡ്സ്, ഇതുപോലത്തെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ട് ബാലൻസ്ഡ് ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ എൻകറേജ് ചെയ്യാനും ആണ് ശ്രമിക്കാറ്. പിന്നുള്ളത് വാക്സിനേഷൻ ഡ്രൈവ്. ഇതിൽ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു വാക്സിനും പ്രൊവൈഡ് ചെയ്യാമെന്ന് മാത്രമല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മിസ്ഇൻഫർമേഷനും മിത്തുകളും ഡിസ്പെൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, അതേപോലെ കമ്മ്യൂണിറ്റി ഒന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചിട്ട് ആ ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഇനി ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ വരുന്ന അതിൽ കമ്മ്യൂണിറ്റിയോട് നമ്മളൊരു സാധനം ചെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വരും, എന്തൊക്കെ ചലഞ്ചസ് ആണ് കൂടുതലും കാണുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒന്നുള്ളത് മിസ്ഇൻഫോർമേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത മെസ്സേജ് ആവില്ല, അത് പാസ് ചെയ്ത് പോകുമ്പോൾ ഫാൾസ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ സ്പ്രെഡായി പോകും. അതേപോലെ ക്ലിയർലി സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ളൊരു പ്രൂഫുള്ള ഫാക്റ്റ് ആകൂല പാസ് ചെയ്ത് പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സയൻറ്റിഫിക് പ്രൂഫ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ അതിലും കൂടുതലും ഒന്നും മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നുള്ളതാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതിൽ ഒരു ഇൻഡിവിജ്വൽ ആകട്ടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവട്ടെ ഒരു ന്യൂ ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ പോളിസി അഡോപ്റ്റ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കുറേ ഇഷ്യൂസ് കാണാറുണ്ട്. അതിനോട് ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും സാധാരണക്കാർക്ക്. പ്ലസ് അതിൻ്റെ പിന്നിൽ വല്ല കൾച്ചറൽ ബിലീഫ്സോ അല്ലെങ്കിൽ വല്ല മിസ്കൺസെപ്ഷൻസോ അല്ലെങ്കിൽ വല്ല തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടി കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി റെസിസ്റ്റൻസ് കൂടും. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റെസ്പെക്റ്റ് ചെയ്യുക, അതേപോലെ ഇതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എംപത്തിക്കലി അഡ്രസ്സ് ചെയ്യുക. ഓക്കെ, പിന്നുള്ളതാണ് ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് പ്രോപ്പർ ഫണ്ടിങ്ങും റിസോഴ്സസും അതേപോലെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും വേണം, ടൈമും വേണം. ഓക്കെ, അപ്പോൾ ഇതിനെ എഫക്റ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിസോഴ്സസ് ഉള്ളത് നല്ലോണം ശേഖരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിനോട് ഹോൾഡുള്ള ഓർഗനൈസേഷനോടൊക്കെ കൂടിയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് വഴി
ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തണമെങ്കിൽ അവരുടെ അടുത്തുള്ള റിസോഴ്സും കൂടി കിട്ടാൻ കുറച്ചും കൂടി സുഖമാവും. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ റീക്യാപ്പ് ചെയ്യാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് ഓർ മൊഡ്യൂൾ. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് കൊണ്ട് എന്താണ് കളക്റ്റീവായിട്ട് ജനങ്ങളുടെ ഹെൽത്ത് വെൽബീയിങ് എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് വരുന്നത്, അതേപോലെ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്, ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ ചാലഞ്ചസ് എന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുള്ള ചാലഞ്ചസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് വൺ വാസ് ഡെവലപ്പിംഗ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോജക്റ്റ്. അതൊന്ന് ഡിസ്കസ് ചെയ്തതിൽ 4 സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അതനുസരിച്ച് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രോഗ്രാം നടത്തിയിട്ട് അത് മോണിറ്റർ ചെയ്യുക പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇവാലുവേഷൻ ചെയ്യുക ആൻഡ് ആ ഒരു പ്രോജക്റ്റ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. പിന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വക്കസി. അതിൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ നീഡ് നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരെ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്തതിൽ ആൻഡ് ഈ ഒരു ഹെൽത്ത് പ്രൊമോഷനിൽ എങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അതിൽ ഹെൽത്ത് അഡ്വക്കസി, പോളിസി അഡ്വക്കസി, മീഡിയ അഡ്വക്കസി നമ്മൾ പഠിച്ചു. ഹെൽത്തി ബിഹേവിയറിന് പ്രൊമോഷൻ എങ്ങനെ ചെയ്യാം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ വാസ് ഇമ്പോർട്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു പാർട്ട്ണർഷിപ്പ് വഴി എന്തിനാണ്, അതേപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ പല ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ കണ്ടു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ NGOs, ഗവൺമെൻറ് ഏജൻസീസ്, അതേപോലെ ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും ഉണ്ട്. പിന്നെ സ്റ്റെപ്സ് ഫോർ ബിൽഡിംഗ് എ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അതിൽ ഫസ്റ്റ്ലി ഒരു കോമൺ ഗോള്, ആ ഒരു കൊളാബറേറ്റിംഗ് ടീമും പ്ലസ് നമ്മളെ ഗോൾസും സെയിം ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആൻഡ് ഈച്ച് അതറിൻ്റെ റോൾ എന്താണ് ഇതിൽ വരുന്നത്, അതേപോലെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇവർ തമ്മിൽ വേണം. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫോർമലൈസ് ചെയ്യുക to increase the responsibility and to ensure the program is being done properly and ഒരു ഷെയർഡ് ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നുള്ളത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. അതിൽ ലോക്കൽ നോളജ് നമുക്കൊന്നും കൂടി കളക്ട് ചെയ്യാൻ പറ്റും ആൻഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാനും, അതേപോലെ എഫിഷ്യൻറ്റ് റിസോഴ്സ് യൂസേജ്, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും ഒരു ബെനിഫിറ്റാണ്. പിന്നെ നമ്മളതിൻ്റെ ചാലഞ്ചസും അതേപോലെ ആ ചാലഞ്ചസിനെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് ഹൈജീൻ. താങ്ക് യു.